പത്തനംതിട്ട ലാഹയിൽ കാട്ടാനാക്രമണം. വീടിന്റെ ഗേറ്റ് തകർത്ത് വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് ആവോലിക്കുഴിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. വയനാട്ടിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാറിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. ഇന്നലെ രാത്രി 11:30 ലാഹയിൽ കാട്ടാനാക്രമണം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. സാബുഖാൻ എന്ന വ്യക്തിയുടെ വീടിന്റെ ഗേറ്റും ആന തകർത്തു. തുടർച്ചയായ ദിവസങ്ങളിൽ കാട്ടാന ജനവാസ മേഖലയിൽ എത്തിയതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം ഷോക്കേറ്റ് കാട്ടാന ചെരിഞ്ഞ ആവോലിക്കുഴിയിൽ വനംവകുപ്പ് ജീവനക്കാരെ ഇന്നലെ രാത്രി നാട്ടുകാർ തടഞ്ഞുവെച്ചു. കാട്ടാന ശല്യം രൂക്ഷമാണെന്നും വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഫെൻസിംഗ് നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കാമെന്നും രാത്രികാലങ്ങളിൽ വനംവകുപ്പിന്റെ പെട്രോളിംഗ് ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാനകളെ വനംവകുപ്പ് ഓടിച്ചു. വയനാട് തോൽപ്പെട്ടിയിൽ വിനോദസഞ്ചാര യാത്രാ സംഘത്തിനു നേരെ കാട്ടാന പാഞ്ഞെടുത്തു. കോഴിക്കോട് വളയം സ്വദേശികൾ സഞ്ചരിച്ച കാറിനു നേരെയായിരുന്നു ആനയുടെ പരാക്രമം. റോഡരികിൽ നിന്ന് ഒറ്റക്കൊമ്പൻ കാറിനു നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. കാറിൽ ആനയുടെ കൊമ്പ് തട്ടിയെങ്കിലും അപകടമൊഴിവായി. വയനാട് ബ്യൂറോയ്ക്കൊപ്പം 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.